അപ്പൊ ഇന്നത് സന്ദേശത്തിലേക്ക് സ്വാഗതം. ലോകത്തെ മാറ്റാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ ആയുധമാണ് വിദ്യാഭ്യാസം. വീടുകളിലെ വിദ്യാഭ്യാസം നിങ്ങളുടെ കുട്ടിക്ക് ആവശ്യമായ ശ്രദ്ധ കിട്ടുന്നതിനായിട്ടുള്ള ധാരാളം ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. മാത്രമല്ല മറ്റു കുട്ടികളെ സഹായിക്കുന്ന അധ്യാപകനെ കുറിച്ച് വിഷമിക്കേണ്ടതുമില്ല. സദൃശവാക്യം 22:6 ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. അവൻ വൃദ്ധനായാലോ അത് വിട്ട മാറുകയില്ല. ലോകത്തിലെ സ്കൂളുകൾ ബൈബിളുകളെ വലിച്ചെറിയുകയും കുട്ടികളെ നുണകളും തിന്മയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. വിവാഹേതര ലൈംഗികതയും സ്വവർഗരതിയും ശരിയാണെന്ന് അവർ പഠിപ്പിക്കുന്നു. കുട്ടികളെ നമ്മുടെ കൺമുന്നിൽ തന്നെ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യുന്നു. മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മുടെ കുട്ടികളെ അവർ പഠിപ്പിക്കുന്ന ഇത്തരം കാര്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ്. നാം അവരെ പഠിപ്പിക്കുകയാണെങ്കിൽ വചന സത്യം അറിയുന്നതിന് അവരെ സഹായിക്കാൻ പറ്റും. മോശം സഹവാസങ്ങൾ എല്ലായ്പ്പോഴും ലൗകികമായ സ്കൂളുകളിൽ ഉണ്ടാകും. കുട്ടികൾ കൂട്ടുകെട്ടുകളിൽ എളുപ്പത്തിൽ വഴിതെറ്റും. നമ്മുടെ കുട്ടികൾ ആശയാവിഷ്കരണ ശക്തിയില്ലാത്തവരാകുന്നു. കാരണം ദൈവഭക്തിയില്ലാത്ത ഈ തലമുറ നമ്മുടെ കുട്ടികളെ മയക്കുന്നു. ദൈവഭക്തരായ കുട്ടികളെ വളർത്തിയെടുക്കാനുള്ള മികച്ച മാർഗമാണ് വീടുകളിലെ വിദ്യാഭ്യാസം. വീടുകളിലെ വിദ്യാഭ്യാസം നിങ്ങളുടെ കുട്ടിക്ക് കൂടുതൽ ആകർഷണീയമാക്കാനുള്ള വഴികൾ കണ്ടെത്തുക. ചില രക്ഷകർത്താക്കളെ സംബന്ധിച്ച് ഏറ്റവും ഒടുവിലെ താല്പര്യം സ്വകാര്യ സ്കൂളുകളോ പൊതുവിദ്യാലയങ്ങളോ ആണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുകയും ഇണയുമായി ചർച്ച ചെയ്യുകയും വേണം. ഗ്രഹപാഠശാലയെക്കുറിച്ച് നിങ്ങൾ പദ്ധതി ഇടുകയാണെങ്കിൽ എല്ലായ്പ്പോഴും സ്നേഹവും ദയയും ക്ഷമയും പുലർത്തുന്ന കാര്യം ഓർമ്മയിൽ വയ്ക്കുക. വിദ്യാഭ്യാസം കേവലം ഒരു ജോലിയെക്കുറിച്ച് പഠിപ്പിക്കുന്നതാകരുത്, മറിച്ച് അത് ജീവിതത്തെ പഠിപ്പിക്കുന്നതാകണം. ക്രിസ്തു യേശുവിനോട് ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.